അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ അതാ രാവിലെ ആകണുള്ളൂ കേട്ടോ. നേരം ഇങ്ങനെ വെളുക്കണുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പോണ ബസ്സാണ് കേട്ടോ, ആദ്യം പോണ ബസ് 6 മണിക്ക്. അപ്പോൾ അതാക്കണേ നേരം വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. അപ്പോൾ വീഡിയോ കാണാൻ തയ്യാറാണോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഇന്ന് പുട്ടൊന്നല്ല കേട്ടോ, ഇന്ന് നമ്മൾ പൂരിയാണ് ചൂടുന്നത്. അതിന് നമ്മൾ ഗോതമ്പ് പൂരിയാണ് കേട്ടോ ചൂടുന്നത്. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. അപ്പം ഇന്ന് പൂരിക്ക് ചാറുണ്ടാക്കുന്നത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും മമ്പയറാണെങ്കിലും അങ്ങനത്തെ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടേക്കും കേട്ടോ. എന്നാൽ പിറ്റേന്ന് നമുക്ക് പെട്ടെന്ന് വെന്തിട്ടു കേട്ടോ. അപ്പോൾ എല്ലതും അങ്ങനെ ഇട്ട് വെക്കലാണ്. പിന്നെ അപ്പം നമ്മൾ നീച്ചോടുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ചൂടുള്ള വെള്ളത്തിലാണ്ട് ഇട്ടിട്ട് ഗ്യാസ് റോളിട്ട് അടച്ച് വെച്ചാലും പെട്ടെന്ന് പുതിർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നാൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിനി. അപ്പോൾ നമുക്ക് നമ്മൾ ചെറുപയറൊക്കെ കുക്കറിലിട്ടിക്കണ്. പിന്നെ 2-3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകും പിന്നെ തേങ്ങ അരക്കണുണ്ട് കേട്ടോ, കുറച്ച് തേങ്ങ അരക്കണുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള കണ്ടിട്ട് ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായി കേട്ടോ, നമ്മൾ അടുക്കളയൊക്കെ പെയിൻ്റ് അടിച്ചാനയക്കണ്, നല്ല വൃത്തികേടയക്കണെന്നൊക്കെ. നമുക്കും വീഡിയോയിൽ കണ്ടിട്ട് തോന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കളയൊക്കെ വൃത്തികേടയക്കണമെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പെയിൻ്റ് അടിച്ചണം. അപ്പോൾ നമ്മളെ ലാലേട്ടൻ പറഞ്ഞ മാതിരി എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാന്ന് പറഞ്ഞില്ലേ, അതേ പറഞ്ഞ പോലെ നമുക്ക് പെയിൻ്റ് അടിച്ചാനും ഒരു സമയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇച്ചെന്നെ കണ്ടിട്ട് നമ്മൾ അടുക്കള എല്ലാം വൃത്തികേടായിക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ പ്രത്യേകിച്ചും തോന്നും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇത്രത്തോളം അങ്ങോട്ട് അറിയില്ല കേട്ടോ. പിന്നെ അതാണുള്ളത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് അടുക്കള മാത്രം നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചണം എന്നുണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഏതായാലും നടക്കും ഇക്കാരം. അപ്പോൾ നമ്മളെ പുതിയാപ്പിളകാക്കനോട് പെയിൻ്റ് അടിച്ചാന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയാപ്പിളകാക്ക എന്താ പറയുക, കുട്ടികളൊക്കെ വലിയതായിട്ട് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാണ്. ഞാൻ എന്താന്ന് പറയുന്നത് വെച്ചാൽ മക്കൾ അവിടെയും ഇവിടെയൊക്കെ പെൻസിലും പേനയും കളറും ഒക്കെ അങ്ങോട്ട് എന്നിട്ട് ചോരുമ്മ കൂടെയൊക്കെ ഇങ്ങനെ വരച്ചു കൊണ്ടാണ്. നമ്മൾ എത്ര അങ്ങോട്ട് അടിച്ചിട്ടും കാര്യമല്ല ചീത്ത പറഞ്ഞിട്ടും കാര്യമല്ല, ഓല് ചെഞ്ചുട്ടാ. അപ്പോൾ പറയും ഓലൊന്ന് വലിയതായിട്ട് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ താങ്ങി നിൽക്കുന്നത് പെയിൻ്റ് അടിച്ചാനേ. അപ്പം ഇനി ആരും കമൻറ്റ് വന്ന് പറയരുത് കേട്ടോ, നമ്മൾ അടുക്കളയൊക്കെ ചത്തല മുടിച്ചിക്കണെന്നുള്ളത് അവരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ. ഏതായാലും നമ്മൾ അടുക്കള ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് പെയിൻ്റ് അടിച്ചു. അപ്പോൾ അതിനൊരു സമയം വരട്ടല്ലേ. അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ. പിന്നെ നമ്മളെ ചെറുപയറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിക്കണേ. പിന്നെ ചായക്ക് വെള്ളവും വെച്ചിക്കണേ. പിന്നെ പച്ചവെള്ളമൊക്കെ പാർന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടിക്കണം കേട്ടോ. നമ്മളെ ഗോതമ്പ് പൊടിയിൽ ഇട്ട് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഴച്ച് അവിടെ റെഡിയാക്കി വെച്ചിക്കണേ. ഇനി നമുക്ക് ഉരുളയാക്കി എടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. ബാങ്ക് കൊടുക്കണുണ്ട് കേട്ടോ, ബാങ്ക് കൊടുത്ത് കഴിയട്ടെ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ ചായക്ക് വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ ചായപ്പൊടിയും പഞ്ചാരയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മളെ ചപ്പാത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഉരുളയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എണ്ണയൊന്നും കൂട്ടാതെയാണ് കേട്ടോ ഞാനിങ്ങനെ കുഴച്ചെടുക്കൽ. പിന്നെ ഇങ്ങനെ ഉരുളയാക്കുമ്പോൾ കുറച്ച് എണ്ണ ഇങ്ങനെ കജ്ജുമ്മലാക്കിയിട്ട് ഇങ്ങനെ ഉരുളമ്മ അങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. പിന്നെ ചുടുമ്പോഴും തന്നെ ചുടുമ്പോഴല്ല പരത്തുമ്പോഴും തന്നെ ആ പ്രസ്സുമരം ഒന്ന് അമർത്തി കൊടുക്കും. പിന്നെ ഏതായാലും ഞാൻ ഭൂരി ഇന്ന് ചുടുന്നത് നമ്മൾ അടുപ്പത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെണ്ണൂറ് വാരാതെ കത്തിച്ചാൽ കത്തണല്ല കേട്ടോ, ഭയങ്കര ഗതികേടാണ് കത്തിക്കിട്ടാൻ. അപ്പം അങ്ങനെ നമ്മൾ എളുപ്പപ്പണി നോക്കി കാണ്ട് അടുപ്പ് കത്തിച്ചാൽ നിന്നാൽ പിന്നെ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലാണ്ട് നമ്മൾ എളുപ്പപ്പണി നോക്കുമല്ലോ അല്ലേ, വെണ്ണൂറൊന്നും വാരാതെ കത്തിച്ചാൽ. അപ്പോൾ പിന്നെ അയിമ തന്നെ അത് കുടുങ്ങും. പിന്നെ അതുകൊണ്ട് പിന്നെ ആ ഒരു പണിക്ക് നിൽക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വേഗം വെണ്ണൂറൊക്കെ ഒന്ന് വാരി വിറകൊക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മൾ അടുപ്പൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓലക്കൊടി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നേരം വെളുക്കണല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഓലക്കൊടി എടുത്തുകൊണ്ടുവരാൻ പേടിയാണ് കേട്ടോ, വല്ല ജന്തുക്കളും ഉണ്ടെങ്കിലോ പിന്നെ
അത് കൊത്തി കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഞാൻ എന്താട്ടി തുള്ളി മണ്ണെണ്ണ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി ആ വറുകുമ്പോൾ മാത്രം ഒന്നാകാൻ വേണ്ടി കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കോരുമ്പോൾ ഞാൻ മണ്ണെണ്ണ മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ തിജ്ജൊന്ന് കത്തിച്ച് കൊണ്ടുവരാനാണ്. എന്താ തീപ്പെട്ടികൾക്കും തീപ്പെട്ടിയും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇനി എപ്പോഴും വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ പീടിക്കൊക്കെ പോകുമ്പോഴൊക്കെ അവിടെ മറക്കൂട്ടോ. അങ്ങനെ തിജ്ജ് കത്തിച്ചുമ്പോഴാണ് ഓർമ്മ വരിക. പിന്നെ ഗ്യാസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്കാണ് തിരിഞ്ഞു നോക്കാത്തത്. ഗ്യാസ് പെട്ടെന്നാണ് തീരുമ്പോൾ ഈ കാരം മേപ്പിട്ട് കൊക്കല് നമുക്കില്ലേ. ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോ ഇത് പെടലുണ്ട്. അപ്പോൾ അതാക്കണേ അങ്ങനെ പെടുമ്പോൾ നമ്മൾ നമ്മളെ മുത്തച്ഛൻ്റെ അടുത്തൊക്കെ പോയിട്ടോ തീപ്പെട്ടികൾക്കും ചോദിച്ചിക്കാണ്ടൊക്കെ. അപ്പോൾ അതാക്കണേ ഞാൻ തിജ്ജൊക്കെ ഒന്ന് കത്തിച്ചിങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ ഇത് ചകിരി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചകിരി വെച്ച് കൊടുത്ത് ചട്ടി നല്ലോണം ചൂടാകട്ടെ. അപ്പം അങ്ങനെ ഞാൻ ചകിരിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണേ ചകിരിയൊക്കെ വെച്ച് കൊടുത്ത് നല്ലോണം തിരിച്ചൊക്കെ കത്തുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മൾ പ്രസ്സുമ്മേൽ കുറച്ച് ഓയിലൊക്കെ ഇതാക്കി കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് ഉരുളമലൊക്കെ ഒന്ന് ആക്കി കൊടുക്കും കേട്ടോ. എന്നാലും പിന്നെ വെച്ചാൽ പ്രസ്സുമ്മേലൊന്നും ആക്കാൻ ഞാൻ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ ഓയിൽ. പിന്നെ ഇങ്ങനെ ചുടുന്നത് അങ്ങനെ ചട്ടിക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അല്ലാതെ പരത്തി വെക്കലില്ല. ഈ ഒരു പൂരിയാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് ഇഷ്ടം. ഇങ്ങനെ കറി പാർന്ന് കാണ്ട് തിന്നാൻ, അല്ലെങ്കിൽ പപ്പടം പോലെ ആയാൽ മാണ്ടാന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കൽ കേട്ടോ. അപ്പോൾ അതാക്കുന്ന ഒരു ചപ്പാത്തി നമ്മൾ എണ്ണയ്ക്ക് ഇട്ടിക്കണം കേട്ടോ. എന്താണെന്ന് അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള പൂരി തന്നെയാണ് കേട്ടോ. നമ്മളെ ചപ്പാത്തി പൊടി കൊണ്ട് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം കിട്ടിയ പൊടി തന്നെ നല്ല അടിപൊളി വെള്ള പൊടി തന്നെയാണ് കേട്ടോ നമ്മളെ ചപ്പാത്തി പൊടി. അപ്പോൾ നമ്മളത് പൊടിച്ചതൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇതാക്കണേ പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് സൂപ്പറായിട്ട് വന്നിരിക്കണം കേട്ടോ. നല്ല മൊരിച്ചിലും ഉണ്ടായിന് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ഒരു മുട്ടയും അതേ പറഞ്ഞ മാതിരി കുറച്ച് റവിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ചുട്ടാൽ നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പൂരിയൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചാറൊന്ന് വന്ന് നോക്കിയാണ് കേട്ടോ നമ്മളെ മമ്പയർ. അപ്പോൾ അതാ മമ്പയറും വെന്തിക്കണേ. അപ്പോൾ നമ്മളെ പൂരി ആ പാത്രത്തിൽ കൊള്ളായിട്ട് പിന്നെ ഞാൻ ഈ കുക്കർക്ക് കൂടി ആക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളെ പൂരിയൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ചോറ്റിനില്ല തണിയും തീമട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇനി തിജ്ജിപ്പോൾ കത്തിച്ചൂല, കുറച്ച് കഴിഞ്ഞിട്ടേ കത്തിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പൂരി കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വന്ന് നല്ല അടിപൊളിയാണ്, രസമുണ്ട് കേട്ടോ തിന്നാൻ. അപ്പം അങ്ങനെ നമ്മൾ ഇതാക്കണേ കുറച്ച് തേങ്ങ അരച്ച് പാർന്നിക്കണം കേട്ടോ. ജീരുള്ളിയും പിന്നെ നമ്മളെ തേങ്ങയും പാടെ കുറച്ച് അരച്ച് പാർന്നിക്കണേ. ഇനി പറ്റങ്ങോട്ട് വെള്ളം പോലെ ആക്കണമല്ലോ കേട്ടോ പൂരിക്കല്ലേ. അപ്പോൾ ഞാനൊരു പൂരി ഇങ്ങനെ എടുത്ത് തിന്നാണ് കേട്ടോ. ഒന്ന് തിന്നപ്പോൾ നല്ല രസമുണ്ടായി കേട്ടോ. ഇതിങ്ങനെ കടിച്ചൂട്ടി തിന്നാൽ അതേമാതിരി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂട്ടി ഇങ്ങനെ കടിച്ചൂട്ടി തിന്നാൻ നല്ല രസമുണ്ടായിട്ട് നല്ല മൊരിച്ചിലും ഉണ്ട് ചൂടും ഉണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ലേ പൂരി തന്നെ. അപ്പോൾ ഏതായാലും രണ്ടെണ്ണം അങ്ങനെ തന്നെ തിന്നിക്കണം കേട്ടോ. അപ്പോൾ പള്ളൻ്റെ ആ കാച്ചിലൊന്ന് മാറിയിരിക്കണം കേട്ടോ പള്ളൻ്റെ ഉള്ളത്തെ, അല്ലെങ്കിൽ ഒരു വയപ്പെടുക്കലല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചാറ് തൂമിച്ചാനും വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് കരിവേപ്പും ജീരുള്ളി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അതൊന്ന് തൂമിച്ച് നമ്മളെ ചാറ്റക്കൊന്ന് പാരണം. അതോടുകൂടി നമ്മളെ ചാറ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എരു കുറച്ച് കമ്മി ഉണ്ടായപ്പം ഒരു തുള്ളി മുളകും പൊടിയും പാടിട്ട് കൊടുത്തിക്കണം കേട്ടോ. എരുമില്ലാഞ്ഞാൽ നമ്മളെ ചാറായാലും എന്താണെങ്കിലും ഒരു കുളസ് ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങളെ നമുക്കുണ്ടല്ലോ ഇവിടെ നല്ല എരും പുളിയൊക്കെ വേണം അങ്ങനെ പഠിച്ചിക്കണം. അപ്പോൾ എരുമില്ലാഞ്ഞാൽ എന്താ ഒരു ചാറ് കൂട്ടിയ ഒരു ഇതന്നെ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ഞാൻ ചായ കൊടുക്കാനും വേണ്ടി എടുത്ത് വെച്ചിക്കണം. അപ്പോൾ മീനൂട്ടിക്ക് ചാറ് മാണ്ടാറിന് സാനു പറഞ്ഞിച്ച് മദ്രസ് വിട്ടെന്നിട്ട് മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടോ അല്ല നേരം പൊളിക്കുമ്പോൾ ഞാൻ നീച്ച് ചായയും കടിയും ചാറൊക്കെ ഉണ്ടാക്കി വെക്കണ പിന്നെ ആർക്കാണ് നിങ്ങൾക്കൊന്നും വേണ്ടെങ്കിൽ പിന്നെ ഇറങ്ങാണ്ടൊക്കെ അങ്ങനെ ചെന്നാൽ പിന്നിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചീത്ത അറിയിട്ടോ. അപ്പോൾ ആ ചീത്ത പറയണ കേൾക്കുമ്പോൾ വന്നിട്ട് തിന്നു. അപ്പോൾ സാനു പറഞ്ഞു മാണ്ടായിട്ട് അമ്മ വന്നിട്ട് തിന്നുകൊണ്ട് കയറാം. അങ്ങനെ കുറച്ച് കട്ടൻ ചായയൊക്കെ കുടിച്ച് പറഞ്ഞപ്പോൾ എന്താ അതൊക്കെ പറഞ്ഞിട്ട് ഓരങ്ങനെ പോയിട്ടോ. വന്നിട്ട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ മദ്രസ വിട്ട് വന്നിട്ട് കുടിച്ചായിരുന്നു കേട്ടോ. മിന്നുട്ടിക്ക് പിന്നെ നേരം പൊളിക്കുമ്പോൾ വേണം കേട്ടോ. ഓക്ക് രാവിലെ മദ്രസക്ക് പോകുമ്പോൾ ചായയും കടിയൊക്കെ കിട്ടിയിട്ടേ ഓള് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതാക്കണം അങ്ങനെ ചായയും ഒക്കെ കുടിച്ച് ഓല് മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ നമ്മളെ പയറിൻ്റെ വള്ളിയൊക്കെ ഒന്നിങ്ങനെ അയിമ പടരാത്തതായി നിൽക്കണം. അപ്പോൾ ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് അയിമക്ക് പടർത്തി കൊടുക്കണം കേട്ടോ. ഒരിക്കൽ ഭയങ്കര പൗറ് ആ വള്ളിമ്മ കൂടെ ഒന്ന് പടർന്നു പോകാൻ.
അപ്പം എന്തപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് എന്താ നിങ്ങൾ പടരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആ വള്ളിമ കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചുറ്റി കൊടുത്തിട്ട് ഞാൻ മിറ്റടിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ മിറ്റടിച്ച് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികൾ എടുക്കൽ. അതേമാതിരി നനച്ചു കൊടുക്കലും ഒക്കെ. കുറച്ച് പുല്ലൊക്കെ അവിടെയും ഇവിടെയൊക്കെ വലിയതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മഴ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളെ മാതിരി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കാട്ടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് മിറ്റടിച്ചവരിലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചായ കുടിച്ചാൻ വേണ്ടി ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇത്ര നേരമായിട്ടും നമ്മളെ ഭൂരി തണുത്തിട്ടൊന്നുമില്ല കേട്ടോ, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഇങ്ങോട്ട് ചപ്പിട കാണാം, താന്നിങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ ചായയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇതാക്കണേ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം വെള്ളം പോലെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ഒന്ന് നമ്മളെ ചെറുപയറിൻ്റെ ചാറ്. അപ്പോൾ കേങ്ങ് ബാജിക്കറിയാക്കി വെക്കില്ല, അതാണ് കേട്ടോ മക്കൾക്ക് തീർപ്പതി. അപ്പോൾ കേങ്ങ് കഴിഞ്ഞിരിക്കണം കേട്ടോ, ആകെ 2 എണ്ണമുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എത്തൂല. അപ്പോൾ പിന്നെ ഞാൻ അയിമക്ക് തിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചെറുപയർ തന്നെ ചാറ് വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി തിന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ബാജിക്കറി ഉണ്ടാക്കണേ കേങ്ങ് കൊണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ നമ്മളൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും വേണ്ടി നമ്മൾ ഇന്നിക്കാകുമ്പോൾ അച്ചാറിട്ടതൊക്കെ ലാസ്റ്റാണ് കേട്ടോ, കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ നല്ല തൃപ്തി ആയിക്കണം കേട്ടോ ഈ അച്ചാർ. അപ്പോൾ നമ്മളെ ജീനു പറയുന്നുണ്ട് അച്ചാർ കിട്ടിയത് തന്നെ അല്ലാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ കുപ്പിയിലുള്ള അച്ചാറൊക്കെ പിന്നെ ആരെ തന്നു എന്നൊക്കെ ചോദിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ഇനി ഉണ്ണിക്കാമ്പ് കിട്ടട്ടെ എന്നിട്ട് ഉണ്ടാക്കണ്ട് കാരണക്കാണ് കേട്ടോ. അപ്പോൾ രസം ഉണ്ടാനി കേട്ടോ തിന്നാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുകണം കേട്ടോ, ഉണ്ണിക്കാമ്പിൻ്റെ അച്ചാർ ഇടുന്നത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുകൊണ്ട്. അപ്പോൾ ഇതാക്കണേ ഞാൻ ചോറ്റിനൊക്കെ പിന്നെ തിജ്ജൊക്കെ കത്തിച്ചിന് കേട്ടോ, ചോറ് വെക്കാല വെള്ളത്തിന്. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ അരി ഇട്ട് കൊടുത്ത് കണ്ടാണ് കേട്ടോ മിന്നുട്ടിനെ സ്കൂൾക്ക് കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോഴത്തിന് ചോറ് ആയിക്കോളുമല്ലോ. അപ്പം നമ്മളിവിടുന്ന് കുറച്ചാണ് പോയാൽ മതി കേട്ടോ സ്കൂൾക്ക്. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ നമ്മൾ അരിയിട്ട് പോണത്. തിജ്ജൊക്കെ നല്ല ഉസാറാക്കിയിട്ട് നമ്മൾ കത്തിച്ച് കൊടുക്കണുണ്ട് കേട്ടോ, ചകിരിയൊക്കെ വെച്ചിക്കണ്. അപ്പോൾ ഇന്നാൾ ഞാൻ തിജ്ജ് കത്തിച്ചിക്കാണ്ട് വന്നിട്ട് അരി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ തിജ്ജൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. നീ നമ്മൾ സ്കൂൾക്ക് പോകുമ്പോൾ നമ്മളൊപ്പം തന്നെ തിജ്ജ് പോരോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഞാൻ തിജ്ജൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഓളെ സ്കൂൾക്ക് കൊണ്ടുപോയി ആക്കിയത്. അപ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ പേടിയാണ് കേട്ടോ, വല്ല പട്ടികളൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതാക്കണ വന്ന് നോക്കുമ്പോൾ തിജ്ജൊക്കെ കത്തുന്നുണ്ട്, ചോറ് വന്നിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ഇപ്രാവശ്യം കിട്ടിയ അരി അത്യാവശ്യം വേഗമില്ല അരിയാണ് കേട്ടോ നമ്മളെ റേഷൻ പീടിയിൽ നിന്ന്. അപ്പോൾ പിന്നെ ഏതായാലും അങ്ങനെ ഒന്നുകൂടെയൊക്കെ വെച്ച് ചകിരിയൊക്കെ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ചാറുണ്ടാക്കുന്നത് ഒരു കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ ആ കുമ്പളങ്ങ പരിപ്പൂട്ട് കണ്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻകാരൻ കാക്കാനപ്പം ഒന്ന് കുറേ നേരമായിരിക്കണം കേട്ടോ കാത്തിക്കണത്. മീൻകാരൻ കാക്ക വരുന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങ വിചാരിച്ചു. പിന്നെ നമുക്ക് ഇന്നലത്തെ ഒരു 3-4 കഷ്ണം മീനൊക്കെ ഉണ്ട്. പിന്നെ ആരുമില്ലല്ലോ, മക്കളൊന്നുമില്ല. പക്ഷേ ജീനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂട്ടാനുള്ള മീനുണ്ട്. അപ്പോൾ അതാക്കണം ഞാൻ രാവിലത്തെ ചാറ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ തിളപ്പിച്ചെടുത്തിട്ടില്ല വെച്ചെങ്കിൽ അത് വേഗം പുളിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ചാറിനായിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജറ്റ് ഓൺ ആക്കണമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിളപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ അതാക്കണേ നമ്മൾ പരിപ്പൊക്കെ കഴുകി വെള്ളത്തിലിട്ടിക്കണം. പിന്നെ കുമ്പളങ്ങി തന്നെ ഞാൻ തോലൊക്കെ ചെത്തി കഴുകിക്കാണ്ട് ആണ് കേട്ടോ ഞാൻ അരിയണമെന്നാൽ പിന്നെ ഒന്ന് കഴുകണ്ടല്ലോ, അയക്കാണ്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. പിന്നെ കുറേ ചാറ് വെച്ചിട്ടും കാര്യമല്ല കേട്ടോ. സനുവിന് ചിലപ്പോൾ ഒരു പരിപാടി ഉണ്ട്, ഓന് കഞ്ഞി ഇഷ്ടമുള്ളൂ. പിന്നെ മിന്നുട്ടിക്ക് ചാറ് മാണമെന്നൊന്നുമില്ല. ഓക്ക് രാവിലത്തെ എന്തെങ്കിലും കടി ഉണ്ടെച്ചെങ്കിൽ അത് തിന്നും. ഓൾ അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഞാനൊരു തക്കാളിയും പാടെ ഇട്ട് കൊടുത്തിക്കണേ. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ പറഞ്ഞ മാതിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് വേണം. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് വെക്കുമ്പോൾ ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പാടെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ലെങ്ത്ത് കുറച്ച് കുറവ് കഴിഞ്ഞിട്ടോ. ഇപ്പം 3-4 ദിവസമായിട്ട് ഞാൻ കുറച്ച് എടുക്കലുള്ളൂ. 8 മിനിറ്റൊക്കെ 8 മിനിറ്റ് 10 മിനിറ്റ് ഇന്ന് കുറച്ച് 17 മിനിറ്റ് ആയിക്കണം കേട്ടോ. എന്നെയാളെ എല്ലാവരും ക്ഷമിക്കണം. കാരണം ഏതും ഒഴിവാക്കാൻ പറ്റാത്ത രീതിക്കായിരുന്നു. എന്നാലും ഞാൻ കജ്ജണതും
10-20 22 മിനിറ്റൊക്കെ ഉണ്ടായിന്. അതൊക്കെ കുറച്ചിട്ടാണ് ഞാൻ ഒരു 17 മിനിറ്റ് ആക്കി എടുത്തത് കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പാടെ ഒന്നിച്ചാണ് കൊണ്ടുപോയി വെച്ചിക്കണം കേട്ടോ. ഇനിയൊരു നടക്കാനാവില്ല കരുതി കണ്ട് ഒക്കെ പാടെ താങ്ങി പിടിച്ചാണ് കൊണ്ടുപോയി. പിന്നെ ഞാൻ മീനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്ന് നോക്കുമ്പോൾ നമ്മൾ ചോറൊക്കെ ഒന്ന് വെന്തിക്കണം കേട്ടോ. നമ്മളെ മീനും അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ ചോറ് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇതാക്കണേ. അപ്പം അങ്ങനെ ഞാൻ ചോറ് വാർക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ വാർത്ത് ഇപ്പം വാർക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഊറ്റിക്കുമ്പോൾ വല്ലാത്തൊരു ഗതികേടായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഞാൻ വാർത്തു. മീനൊക്കെ ഇതാക്കണേ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗം നല്ലോണം ഒന്ന് മുരിഞ്ഞിക്കണേ. പിന്നെ മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തല ഉണ്ട് കേട്ടോ. തലയുണ്ട്. മറ്റേ മീനിനൊക്കെ ഉണ്ട് തല കേട്ടോ. അത് മക്കൾക്ക് തല മണ്ടല്ല, ആ ഒരു തലയാണ്. അപ്പോൾ ആ തലക്കും വേണ്ടി ഇതാക്കണേ നമ്മളെ തങ്കുപൂച്ച വന്നങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ അവിടെ ഇട്ട് കൊടുത്തിരിക്കണം. പക്ഷേ എങ്കിൽ ആ ചോറുണ്ടല്ലോ ഇവിടെ തിന്നണ തന്നെയല്ല കേട്ടോ. അപ്പച്ച് തോന്നി മീനൊന്നും ഇല്ലായിട്ടേക്കാരെന്ന്. നമ്മളെ മാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോറ്റയ്ക്ക് നുള്ളിക്കൂട്ടല്ല ഞാൻ ഓക്കും തന്നെ വല്ലാത്തൊരു പൊറുതിയേടാ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, ആ ഒരു ചോറ്റിൽ ആ മീൻതല ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മീൻതല ഞാൻ ഓക്കാണ് കൊടുത്തിക്കണം കേട്ടോ. ഞോളാണ് തിന്നിട്ട് റാത്താട്ടെ. ഓളെ പള്ളറിഞ്ഞാലും നമ്മളെ പള്ളറിഞ്ഞാലും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ആ ചോറും ആ മീനൊക്കെ പിന്നെ ഓള് തിന്നു കേട്ടോ. അപ്പം അങ്ങനെ ഏതായാലും ഒരു തല നമുക്ക് നഷ്ടമായി. 2 തല പിന്നെ അതിലുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഓള് തിന്നട്ടെ. ആര് തിന്നാലും ഒരേപോലെ തന്നെയല്ലേ. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ ചാറൊക്കെ ഒന്ന് കരിയേപ്പും പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ചാറൊക്കെ തൂമിച്ചെടുത്തു. പിന്നെ തിരുമ്പാലത് ഞാനിങ്ങനെ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ തിരുമ്പിയെടുക്കുക. അപ്പോൾ നല്ല ഉസാറായിട്ട് വെളുക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകണമെന്നൊന്നും നമുക്ക് പിടിയാടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ ഇൻഷാ അല്ലാ.